ബേഷ്, ആൺകുട്ടികളായാൽ ഇങ്ങനെ വേണം. എനിക്കിഷ്ടമായി. ഒരു ചെക്കനുമായി ഇഷ്ടത്തിലാണെന്നും അവന് മാത്രമേ കെട്ടൂന്നും പറഞ്ഞ് നടക്കുന്നതല്ലാതെ അവൻ ഇത്രമാത്രം യോഗ്യനാണെന്ന് അവൾ എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അയ്യോ, ഞാൻ വരണമല്ലോ, അതല്ലേ അതിന്റെ ശരി. എന്തൊക്കെയായാലും എന്റെ മകൾക്കുള്ള തന്റെ ഇടവും ഓപ്പണിംഗ് ഹാർട്ടും എന്റെ ഭാവി മരുമകനും ഉണ്ടല്ലോ. അയ്യോ അങ്കിളെ, അതല്ല ഞാൻ. ഒന്നും പറയണ്ട, എല്ലാം കൊണ്ടും നിങ്ങൾ തമ്മിലേ നല്ല ബെസ്റ്റ് ചർച്ചയാ. ഞാനത് പറയാൻ തുടങ്ങായിരുന്നു. ഞാനൊരു തികഞ്ഞ ഗാന്ധിയനും ദൈവവിശ്വാസിയാ. ദൈവത്തിന് എന്നെ വലിയ വിശ്വാസമില്ലെങ്കിലും എനിക്ക് അങ്ങനെ വലിയ വിശ്വാസമാണ്. മോനും അങ്ങനെ തന്നെ ആകണം. പണ്ട് കുണ്ടറപ്പള്ളിയിലെ കുനിഞ്ഞ പ്രാർത്ഥനയ്ക്കിടയിൽ എനിക്കൊരു വെളിപാടുണ്ടായി. എന്റെ മകളെ കെട്ടുന്നവൻ ഒരു കോടീശ്വരപുത്രനായിരിക്കുമെന്ന്. ഇനി പറ, മോൻ ഏത് കുടുംബത്തിലെയാ? മോന്റെ അപ്പന്റെ പേരെന്താ? അപ്പന്റെ പേര് കണ്ടോ കണ്ടോ, അപ്പനോടുള്ള ബഹുമാനം കൊണ്ട് പേര് പോലും പറയാൻ മടി. സാരമില്ല മോനെ, പേടിക്കാതെ പേര് പറഞ്ഞോ. അതല്ല അങ്കിളെ, പേടിക്കാതെ തുറന്നു പറ. അപ്പന്റെ പേരെന്താ? ഈപ്പച്ചൻ. ഐശ്വര്യമുള്ള പേര്. ബിസിനസ് ആയിരിക്കും അല്ലേ? അതെ അതെ, എക്സ്പോർട്സ് ഇല്ലേ, അവിടുത്തെ ഈപ്പച്ചനില്ലേ, ആ ഈപ്പച്ചന്റെ അപ്പച്ചനാ ഞാൻ. ഒന്നുകൂടെ പറഞ്ഞേ. അല്ല, ആ ഈപ്പച്ചനാ എന്റെ അപ്പച്ചൻ. ഓ, അപ്പൊ അപ്പൻ കോടീശ്വരനായിരിക്കും അല്ലേ? അതെ അതെ. ആ മറിയേ, ഇനി ഒന്നും ആലോചിക്കാനില്ല, വേഗം പുറപ്പെടാം. ഇപ്പൊ തന്നെ നമുക്ക് പോയി ഈപ്പച്ചനെ കണ്ട് കാര്യങ്ങൾ ഉറപ്പിക്കാം. അതാ അതിന്റെ ഒരു രീതി, അല്ലയോ ദാസാ? എന്താ? കൈവിട്ടു പോടാ, എല്ലാം കൈവിട്ടു പോയി. നിന്റെ പ്രേമവും പൊളിയും നമ്മുടെ ജോലി തൊലയും. അയ്യോ, നീ എന്തേ പറയുന്നേ? ആ വക്കച്ചന്റെ അടുത്ത് നിനക്ക് വേണ്ടി കാര്യം സംസാരിക്കാൻ പോയപ്പം ആനയുടെ കാമുകൻ ഞാനാന്ന് അയാളെ തെറ്റിദ്ധരിച്ചു. അപ്പനാരാന്ന് അയാള് ചോദിച്ചപ്പം ഞാൻ ഈ പച്ചനാണെന്ന് പെട്ടെന്ന് പറഞ്ഞു പോയടാ. എന്റെ അമ്മ എന്നെ ഒന്ന് കൊല്ലാനായത് അങ്ങനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ട് മുതലാളിയെ കണ്ട് സംസാരിക്കാൻ. പിന്നെ മുതലാളിയുടെ കാല് പിടിച്ചാലേ രക്ഷയുള്ളൂ. മുതലാളി, മുതലാളി, ഈ മാസത്തെ ക്യാഷ് ഫ്ലോ വെച്ച് നോക്കുമ്പോൾ മിസ്റ്റർ ഉണ്ണിയൻദാസ്, കമ്പനി ഫിനാൻഷ്യലി ഭയങ്കര ടൈറ്റിലാണ്. ബട്ട് ഈവൻ ദോ, അയ്യോ മുതലാളി, ഞങ്ങളുടെ സിറ്റുവേഷൻ അതിലും ടൈറ്റ് ആണ്. ഒരു ആപ്പിൾ ചാടിയപ്പോ ഞാൻ അറിയാതെ സാർ എന്റെ അച്ഛനാന്ന് പറഞ്ഞു പോയി. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? വിവാഹം കഴിക്കാത്ത ഞാനൊരു അപ്പനാണെന്ന് അറിയുമ്പോ ഈ ലോകം എങ്ങനെ ഞെട്ടുമെന്ന് എനിക്ക് ഊഹിക്കാനേ കഴിയുന്നില്ല. ഈവൻ ദോ, അതല്ല, ഒരാളിപ്പോ ഇങ്ങോട്ട് വരും, അത് വരുമ്പോ മനസ്സിലാവും. അതുകൊണ്ട് മുതലാളി കുറച്ചു നേരം ഇവന്റെ അപ്പനായിട്ട് ഒന്ന് അഭിനയിക്കണം. സാധ്യമല്ല. നിങ്ങൾ നിങ്ങളുടെ സീറ്റിൽ പോലും ജോലി ചെയ്യൂ, പൊയ്ക്കോളൂ. മുതലാളി പ്ലീസ്, ഒരു തവണ ഒന്ന് അപ്പനായിട്ട് പറ്റുമോ? പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അയ്യോ, പറ്റും. സോപ്പിടരുത്. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. പ്ലീസ് ഗോ. ഇവിടെ സാറിവന്റെ അപ്പനായിട്ട് അഭിനയിച്ചില്ലെങ്കിൽ ഒരു ബെൽറ്റ് ബോംബ് കിട്ടി ഞാൻ ഇവിടെ വന്ന് കുനിഞ്ഞൊരു ഷേക്ക് ഹാൻഡ് തരും. വെരി ഗുഡ്. ആരാ വരുന്നെന്ന് അറിയില്ലല്ലോ. അപ്പനായിട്ട് അഭിനയിക്കുക എന്നെ. അപ്പനെങ്കിൽ അപ്പൻ, രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് എന്നെ ബാക്കി കാര്യം. യെസ്, കം ഇൻ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. മേ ഐ കം ഇൻ പ്ലീസ്? ആരാ മനസ്സിലായല്ലോ? ഞാൻ ഭാവി മരുമോളുടെ അപ്പച്ചൻ വക്കച്ചൻ. ഇതെന്റെ സ്വന്തം ഭാര്യ മറിയാമ്മ. എന്താ? അപ്പോ മോൻ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലേ? ഇല്ല, പറഞ്ഞിട്ടില്ല. എങ്കിൽ ഞാൻ തന്നെ പറയാം. ഈപ്പച്ചന്റെ മോനും എന്റെ മോളും തമ്മിൽ നല്ല ബെസ്റ്റ് ചർച്ചയാ. ചേർച്ചയോ? എന്ത് ചേർച്ച? തമാശ കള ഈപ്പച്ച. ഈപ്പച്ചന്റെ മോനെ കൊണ്ട് ഞങ്ങളുടെ മോളെ കെട്ടിക്കാൻ ഞങ്ങൾക്ക് രണ്ടാൾക്കും മനസ്സമ്മതമാ. ഓഹാ, അതാണോ കാര്യം? മനസ്സിലായി. ഇപ്പം മനസ്സിലായി. എങ്കിൽ പിന്നെ സ്വത്തുക്കളുടെ കാര്യമൊന്ന് പറയൂ, എനിക്ക് കേൾക്കാൻ തുടക്കമായി. ഓ, അത്രയ്ക്ക് അധികമൊന്നുമില്ല. ഒരു 2000 ഏക്കർ ചെമ്മീൻ കെട്ട്, അത്രേ സ്ഥിരമായിട്ടുള്ളൂ. 2000 ഏക്കർ ചെമ്മീൻ കെട്ടോ? നമ്മുടെ പടിഞ്ഞാറ് അറബിക്കടലില്ലേ, അതിന്റെ അവിടുത്തെ ഒരു 16 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറി. 16 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ വളരെ അടുത്താണല്ലോ. ബോട്ടിൽ പോവല്ലേ? അല്ല, ഇപ്പൊ പോയാൽ നമുക്കൊന്ന് കാണാൻ പറ്റുമോ? പിന്നെ കാണാൻ പറ്റുമല്ലോ. എന്നാലേ ആധാരം കൂടി എടുത്തു. ആധാരം ഇവിടെ തന്നെ ഉണ്ട്. ഒന്ന് ഒത്തു നോക്കാലോ. കടകളില്ലാന്ന് ഞങ്ങൾക്കൊന്ന് ബോധ്യപ്പെടണ്ടേ? ഇപ്പൊ ബോധ്യപ്പെടുത്തി തരാം. പെങ്ങളെ, അല്പം നേരത്തേക്കൊന്ന് ക്യാബിന് പുറത്തേക്ക് ഇരിക്കുവോ? ഞാൻ എന്റെ സ്വത്ത് വിവരങ്ങളൊന്ന് വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ. ഒന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മറിയപ്പോ ചിലപ്പോൾ അവൾ എങ്ങനെയാ? കഷ്ട. സ്വത്ത് വിവരങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നതിന് മുൻപായിട്ട് ചെറിയൊരു തയ്യാറെടുപ്പ് വേണമല്ലോ. വേണം. ബന്ധോർപ്പിക്കാൻ പോവല്ലേ?
ആഹാ ഒളിഞ്ഞെന്ന് കല്യാണക്കാരും കേട്ട് രസിക്കല്ലേ? തുടങ്ങാം. ആ ഞാൻ റെഡി. റെഡിയാണല്ലോ? സ്വത്ത്. മോന്റെ അപ്പച്ചൻ ആൾ എന്തൊരു നല്ല മനുഷ്യനാ. കണ്ടപ്പോ തന്നെ വക്കച്ചന് വലിയ സ്നേഹമായി. ചെമ്മീൻകെട്ട് മാത്രമല്ല, അണ്ടി ഫാക്ടറി ഉണ്ട്. എന്താ ഇപ്പൊ ഇതാണ് സ്വത്ത്. എക്സ്പോർട്ട്, ഇമ്പോർട്ട്. കൊച്ചിലെ മുതൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളാ. സമാധാനപ്രിയനാ. ഒരു കരണത്തടിച്ചാൽ മറുകരണം കാട്ടിക്കൊടുക്കുന്ന പ്രകൃത. സ്വത്ത് പറയിപ്പച്ച. ഇനി എന്തെങ്കിലും അറിയണോ? ചെമ്മീൻകെട്ട്. ഗാന്ധിയെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ 1000 നാവാ. ദുഃഖം വന്നാലും സന്തോഷം വന്നാലും പഴയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. അല്ല അപ്പൊ നമ്മുടെ വഴിയാധാരം. എന്തായി ഈപ്പച്ചൻ എന്തു പറഞ്ഞു? നല്ല മനുഷ്യൻ, നല്ല ആരോഗ്യം, ഗാന്ധിയൻ. വടിയില്ലാതെയല്ലേ അടിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിന് മുമ്പ് ദക്ഷിണാഫ്രിക്കയിലും ഇതുപോലെയൊക്കെ നടന്നു. നല്ല മനുഷ്യൻ, ഗാന്ധിയൻ, വടിയില്ലാതെയല്ലേ അടിച്ചേ. നിങ്ങൾ എന്തായി പറയുന്നേ?